Hello, how are you today? Good afternoon. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാ പടേക്കർ ഹിന്ദി സിനിമയിൽ അതികായകനായിട്ടുള്ള ഒരു ഒരു അഭിനേതാവ്, വലിയൊരു അഭിനേതാവ്. അദ്ദേഹം ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചത് നമ്മളെപ്പോഴും പാകിസ്ഥാനുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നത് നിർത്തണം. കാരണം പാകിസ്ഥാൻ ഈസ് നോട്ട് ഒരു കോമ്പറ്റീഷൻ പോലെ ഒരു ദരിദ്ര രാജ്യമാണ്. നമ്മളുടെ ഹേർഡിൽസ് ഉണ്ടല്ലോ, അത് എപ്പോഴും താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് താഴെയായിരിക്കും. എപ്പോഴും ഉയർത്തി വെക്കണം. ഉയർത്ത് അതുപോലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ അല്ലെങ്കിൽ അതുപോലെ ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ. പാകിസ്ഥാൻ ഈസ് നോട്ട് എ മാച്ച് ഫോർ അസ് എന്ന് അദ്ദേഹം പറഞ്ഞ അതിൻ്റെ കൂട്ടത്തിലൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചു. ഇന്ത്യ ചൈനയുമായിട്ടും ജപ്പാനുമായിട്ടും കമ്പാരിസൺ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഇന്നത്തെ വിഷയം. ചൈന, ഇന്ത്യ, ജപ്പാൻ ഒരു 1950 ശേഷം മുതൽ ഇവിടെ വരെ 1950കളിൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന സമയം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആദ്യം ജപ്പാനിൽ നിന്ന് തുടങ്ങും. ജപ്പാനിന് യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു രാജ്യമാണ് ജപ്പാൻ. അതേപോലെ തന്നെ ചൈന. ജപ്പാൻ 1960s ആകുമ്പോഴേക്കും തന്നെ റിവൈവലായി. അവർ അതിന്ന് രക്ഷപ്പെട്ടു. അവർ പുതിയ പുതിയ ഫാക്ടറീസ് എല്ലാം മൂലയ്ക്ക് തുറന്നു. ആളുകൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം. അവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ അവരത് ജപ്പാനിൽ കൊണ്ടുവന്ന് അതിന് ഇംപ്രൂവൈസ് ചെയ്തു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പം കാലഘട്ടങ്ങളിൽ ജപ്പാനിൽ നിന്ന് വരുന്ന ടി വി, ഉദാഹരണത്തിന് സോണി അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെ അതുപോലുള്ള വണ്ടികൾ, ഹോണ്ട, സുസുക്കി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തുള്ള ഒരുപാട് വണ്ടികൾ, കാര്യങ്ങൾ എല്ലാം ജപ്പാനിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും അൺബീറ്റബിൾ ആണ്. അപ്പം അതുകൊണ്ട് അവരുടെ സാധനങ്ങൾ ഏറ്റവും വിറ്റുപോകുകയും ചെയ്യും. ഇത് 1990കൾ വരെ തുടർന്നു. ഇപ്പം 90കൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? 90കൾക്ക് ശേഷം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ്റെ എക്കോണമി സ്റ്റാഗ്നൻ്റ് ആയി ഓൾമോസ്റ്റ്. കാരണം എന്താണ്? വൃദ്ധജനങ്ങളുടെ പെരുപ്പം, പുതിയ ആളുകൾ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ പ്രസവിക്കാനോ ഉള്ള ഒരു വിമുഖത. പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഒരു ഇൻസെൻറ്റീവ്സ് കൊടുത്തു. സ്റ്റിൽ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാനും അവർ പ്രസവിക്കാനോ ഉള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ജപ്പാനിലെ ജനസംഖ്യാ നിരക്ക് താഴെപ്പോയി. അതോടുകൂടി തന്നെ എക്കോണമിക്കലിൻ്റെ പെർഫോമൻസ് താഴെപ്പോയി. സ്റ്റിൽ ജപ്പാൻ ഈസ് ദ 5th ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ്. ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ എക്കോണമി ആയിട്ടാണ് ജപ്പാൻ അറിയപ്പെടുന്നത്. ഇനി ചൈനയുടെ കാര്യം. ചൈന ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നവരുടെ 3.5 to 6 മില്യൺ ഇടയിലുള്ള ആളുകൾ മരണപ്പെട്ടു പോയി എന്നാണ് യുദ്ധത്തിൽ മാത്രം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫാമിൻ, അങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. 1979 റിഫോർമേഷൻസ് വന്നു, എക്കോണമിക് റിഫോർമേഷൻസ് വന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. ഈ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരുന്നത് ഒരു ഇനീഷ്യേറ്റീവ് വന്നു. പക്ഷെ 2000ങ്ങൾക്ക് ശേഷം ചൈന അത്ഭുതകരമായിട്ടുള്ളൊരു വളർച്ച നേടി. അതിനു മുമ്പ് ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറുപ്പങ്ങളിൽ ഇറ്റ്സ് എ ചീപ്പ് ഇമിറ്റേഷൻ. ഒരു ഒറിജിനലിൻ്റെ ഒരു കോപ്പിനെയാണ് ചൈനീസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഒറിജിനൽ ഓർ ചൈനീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് കോപ്പിയാണോ അതോ ഒറിജിനലാണോ എന്നാണ്. ചൈനീസ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ വേറൊരു വാക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യം മാറി. ഇപ്പോൾ ചൈന ഈസ് കൺസിഡർ ആസ് ദ ഫാക്ടറി ഓഫ് ദ വേൾഡ്. ചൈന ലോകത്തിൻ്റെ ഫാക്ടറി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് അപ്പം ചിപ്പ് ഉണ്ടാക്കുന്ന ടെക്നോളജി വരെ അവർ സ്വയം നിർമ്മിക്കാൻ കഴിയുന്നവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് ചിപ്പ് ടെക്നോളജിയൊക്കെ 3, 4, 5 രാജ്യങ്ങളിലെ ഒരു കോർഡിനേഷനിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുവരെ അവരുടെ സ്വന്തമായിട്ട് കഴിയുന്നു പറഞ്ഞു. അപ്പോൾ ചൈന ഇസ് കൺസിഡർഡ് ആസ് ദ 2nd ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ്. നൗ ഇറ്റ്സ് കം ടു ഇന്ത്യ. ഇന്ത്യക്ക് ഇതേപോലെ തന്നെ ഇഷ്യൂ ഉണ്ടായിരുന്നു. 1990s എക്കോണമിക് റിഫോർമേഷൻ ഉണ്ടായിരുന്നു. ഫ്രീ ട്രേഡായിട്ട്
നമ്മളുടെ മാർക്കറ്റുകൾ തുറന്നു കൊടുത്തു. പുതിയ പുതിയ കമ്പനികൾ വന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടി. ഇതേപോലെ തന്നെ ജപ്പാൻ ഫേസ് ചെയ്യുന്ന അതേപോലെ ഒരു ഇഷ്യൂ ഇന്ത്യയും ചൈനയും ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ കൂടുതലായിട്ട് പണിയെടുക്കാൻ പോകുന്നത് കൊണ്ട് ബർത്ത് റേറ്റ് കുറഞ്ഞു. അത് പോരാതെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു മാസ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പറഞ്ഞു, നാം രണ്ട് നമുക്ക് രണ്ട്, അത് കഴിഞ്ഞ് നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ നാച്ചുറലി തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് താഴേക്കാണ്. GDP-യുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എക്കോണമിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഈസ് ദ 4th ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ്. മറ്റേ ജപ്പാനെക്കാളും മുന്നിൽ. ചൈന ഈസ് കൺസിഡർഡ് ആസ് ദ 2nd ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ്. പക്ഷേ ഇവിടെ കൊണ്ടല്ല നിൽക്കുന്നത്. ചൈനയും അല്ലെങ്കിൽ ജപ്പാനും ഇന്ത്യയായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ജപ്പാൻ ഈസ് കൺസിഡറബിളി സ്മോൾ. അല്ലെങ്കിൽ തേർഡായിട്ട് പൊസിഷനിൽ നിൽക്കുന്ന ജർമ്മനിയായിട്ട് ഇന്ത്യയെ കമ്പാരിസൺ ചെയ്യുന്ന ജർമ്മനി ഈസ് വെരി സ്മോൾ. അപ്പോൾ ഒരു നാട്ടിൻ്റെ മൊത്ത വരുമാനം അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സംഖ്യ, പെർ ക്യാപിറ്റ ഇൻകം, അത് വെച്ച് നോക്കുമ്പോൾ ചൈന ഇന്ത്യയുടെ 5 ഇരട്ടി മുന്നിലാണ്. ജപ്പാൻ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, എത്രയോ ഇരട്ടി മുന്നിലാണ്. പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ളൊരു ടൂള് എക്കോണമിയിൽ നമ്മൾ ഒരു ഫൂൾസ് ആയിരിക്കും. കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 10-15 കുടുംബങ്ങളാണ് ഇന്ത്യയിലെ മെയിൻ എക്കോണമി മാനേജ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവരുടെ ടോട്ടൽ വരുമാനം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷനായിട്ട് കണക്കാക്കി കിട്ടുന്ന സംഖ്യ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ എക്കണോമിക്സ് വിൽ ചീറ്റ്. അത് ഒരു ശരിക്കുള്ള ടൂളല്ല. അത് ഒരു അഫ്ലുവൻസിനത് അഡ്രസ്സ് ചെയ്യുന്നില്ല. അഫ്ലുവൻസിനെ എപ്പോഴാണ് അഡ്രസ്സ് ചെയ്യുന്നത്? എല്ലാവർക്കും ഉണ്ണാനും ഉടുക്കാനും നല്ല ഫെസിലിറ്റി, വണ്ടികളാണെങ്കിലും താമസിക്കാനായിട്ടുള്ളൊരു ഫെസിലിറ്റി ഒരു നാഷണൽ ഉണ്ടാകുമ്പോഴാണ് ഒരു രാജ്യം പുരോഗതി പ്രാപിച്ചു. ഇപ്പോഴും നമ്മളുടെ രാജ്യത്ത് വളരെ വലിയൊരു ശതമാനം പ്രോപ്പറായിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ ഷെൽട്ടറോ ഇല്ലാതെ കഴിയുന്നെങ്കിൽ നമ്മളൊരു 4th ലാർജസ്റ്റ് എക്കോണമിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മളെങ്ങനെ ഇതിനെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ജനതയാക്കിയിട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ ത്രൂ ബിസിനസ്സിലൂടെ തന്നെ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജോബ് നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് തരും. പക്ഷേ ജോബ് ഒരു സെക്യൂരിറ്റി ആണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കി. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ബോസിന് ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനൊരു യാതൊരു സെക്യൂരിറ്റി ഫീലിംഗും ഇല്ല. പക്ഷെ ബിസിനസ് നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ഫ്രീഡം തരും. നിങ്ങളൊരു 35 വയസ്സ് ഒരു 40 വയസ്സ് വരേക്ക് ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഫാക്ടറിയിലോ മാക്സിമം പ്രൊഡക്ടിവിറ്റിയിൽ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് കഴിയുമ്പോഴേക്ക് ടെക്നോളജി മാറി പുതിയ ആളുകളെ വെക്കാൻ നിങ്ങളുടെ ബോസ് നിർബന്ധിതനാവും. കാരണം അതാണ് അതിൻ്റെ ടെക്നോളജി. അപ്പം നിങ്ങൾ ആ ഒരു ഏജിനുള്ളിൽ 35-40 ഏജിനുള്ളിൽ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വീഡിയോകളായിട്ട് കാണാനായി നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യണം, ഞങ്ങളുടെ പോസ്റ്റ് ലൈക്ക് ചെയ്യണം. ബിസിനസ് സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. താങ്ക് യു സോ മച്ച്.